ഇങ്ങനെ പാടുന്ന കാലമൊരു ദിനം മംഗലന്മാരായ നന്ദാതി വൃദ്ധരും യാഗം കഴിപ്പതിനാരംഭമായവർ യോഗം ശ്രമിപ്പതു കണ്ടു നന്ദാത്മജൻ. എന്തു ശ്രമിക്കുന്നത് എന്തിനീ കോപ്പുകൾ എത്താതെന്നോട് ചൊൽക എന്നു ചോദിച്ചാൻ. നന്ദജൻ വാക്കുകേട്ട ഔത്സുക്യം ഉൾക്കൊണ്ടു നന്ദനും നന്ദജൻ തന്നെ മടിയിൽ വെച്ചുണ്ണിയോടേറെ ലാളിച്ചു പറഞ്ഞു. നിർണയമോർത്തറിഞ്ഞിടുക നീതും സസ്യസമ്പൂർണയായുള്ളൂ ധരിത്രിയും. സസ്യങ്ങൾ കൊണ്ടു ജീവിക്കുന്ന പ്രാണികൾ സസ്യങ്ങൾ വർഷേണ വർഷവും മേഘേന തസ്യാധിപൻ ഇന്ദ്രൻ അസ്യദോഷാർത്ഥമായി ഭൂദേവയജ്ഞകർമ്മങ്ങളാൽ ഇന്ദ്രനു മോദം വളർത്തുന്നു. വത്സരേ വത്സരേ ആയതിനുള്ള സംഭാരവർഗമതും ചെയ്തേടിൽ നമ്മെ രക്ഷിക്കും ശജീപതി. താതന്റെ വാക്കുകൾ കേട്ടു ജഗൽപതി ചേതസി മന്ദഹാസം ഉണ്ട് മെല്ലവേ ചൊല്ലിന. താതനി ചൊന്നത് യോഗ്യമല്ലെന്ന് തോന്നുന്നുണ്ട്, ചൊല്ലുവൻ കേൾക്കതും. നിർമ്മലാത്മാപരബ്രഹ്മണി മായയാ കർമ്മവശാലുളവായി ഗുണത്രയും സത്വരജസ്തമോ തമസെന്നതിന്നാമ ഇത്രിലോകത്തിലുളവായ ജീവൻ രജോ ഗുണ സംയുക്തനാകിയാൽ ജീവിതത്തിനു രജോ ഗുണാംശങ്ങളാം. ജീവനും രാജസകർമാനുസാരിയം ജീവനാകുന്നത് കർമ്മസദ്വാസന. ജീവനു വാസത്തിനുള്ളതു ദേഹമാം. ജീവഭേദങ്ങൾ എത്രേ കർമ്മമായതും കർമ്മഭോക്താവ് ജീവാത്മാവറിയേണം. കർമ്മങ്ങൾ പുണ്യമിശ്രം പാപമാകും. ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്രാദികൾ ബ്രഹ്മകർമ്മങ്ങൾ ശിക്ഷാരക്ഷവാണിഭം. ബ്രാഹ്മണ ശുശ്രൂഷയെന്നു ജാത്യാചാര സന്മാർഗമായ ഭേദോക്തികളായ രാജസത്തിങ്കൽ നിന്നുണ്ടായി വർഷം ഭോജന സാധനം വർഷിച്ചുളവാകും. കർമ്മങ്ങൾ കൊണ്ടുവരുന്നത് ജന്മം, കർമ്മങ്ങൾ കൊണ്ടു തന്നെ മൃത്യും വരും. കർമ്മങ്ങൾ കൊണ്ടു തന്നെ പരിപാലിച്ചു കർമ്മമത്രേ സർവവസ്തുക്കളും നൃണാണം. കർമ്മങ്ങൾ കാരണമായ ജന്തുക്കൾക്ക് നന്മകൾ നൽകുവാൻ മറ്റാരുമില്ലല്ലോ. നല്ലതു ചെയ്യിലോ നല്ലത് ഇന്ദ്രൻ തരും, വല്ലാത്തതാകിൽ ആപത്തും തരുമവൻ. കർമ്മഫലപ്രദനാകുന്നൊരിന്ദ്രനും കർമ്മഭാഷേന സംബദ്ധനായിടുന്നു എന്നല്ല ലോകനാഥന്മാർ ത്രിമൂർത്തികൾ എന്നിവരൊക്കെയും കർമ്മവശരല്ലോ. വല്ലാതെ അത് ചെയ്തു വാഴും ജനത്തിനു നല്ലത് നൽകുവാൻ ഇന്ദ്രനാളാകുമോ? ആകയാൽ കർമ്മവശരാം ജനങ്ങൾക്ക് ഭാഗാരിയാലെന്തു സാധ്യമെന്നുള്ളത് തൽകുലദേവതമാരെ ഭജിപ്പവർക്ക് ഒക്കെ ശുഭമെന്നു ചൊല്ലുന്നു വേദങ്ങൾ. തൽകുലദൈവങ്ങളെ ഉപേക്ഷിച്ചുടൻ ധിക്കാരമോട് മറ്റന്യരെ പൂജിക്കൽ സിദ്ധിക്കില്ല, ഗുണമില്ല. എന്നതുമല്ല, സിദ്ധിക്കുമ ആപത്തിനാളിതായി വരുന്നതായി നാരിമാർ ഭർത്താവിനെ വെടിഞ്ഞനാം പുരുഷം ചേരുന്ന പുഞ്ചലി പോലെ ഗോപാലരാം നമുക്കോർക്കും. പശുക്കളും താപസന്മാരായ വേദവിത്തുക്കളും ഗോവുകൾക്കെല്ലാം ധനം നൽകി മേവുന്ന ഗോവർദ്ധനം കുലദൈവം നമുക്ക്. ദേവേന്ദ്രയാഗത്തിനുള്ളത് കൊണ്ട് നാം സേവിക്ക ഗോവർദ്ധനത്തെ. ഇവൻ വീണ്ടും ഫലം തരും എന്ന് ജഗൽപതി കൊണ്ടൽ വർണ്ണൻ ജഗദീശൻ പറഞ്ഞതു കേട്ടു നന്ദാദികൾക്കറ്റ മധുമതം. വാട്ട
അങ്ങനെയെന്നു ശ്രമിച്ചു നാരിമാരാനന്ദമോടെ വാടങ്ങളിൽ ഓരോ തരം അലങ്കാരങ്ങൾ ചേർത്തവർ അപ്പം അടകളും പക്വഭൂപങ്ങളും ശില്പമായി മറ്റുമുണ്ടാക്കി ഭോജ്യാദി നന്ദാദികൾ പർവ്വതത്തെ അലങ്കരിച്ചുന്നതമാം കൊടി തോരണം വാദ്യം പലതും മതിപ്പിച്ചു മേളിച്ചു ആദ്യനം കൃഷ്ണനോട് ഒരുമിച്ചവർ ഗോകുലത്തെയും അലങ്കരിച്ചങ്ങനെ ഗോവർദ്ധനത്തെയും വലം വച്ചു വന്ദികൾ നാദവും വേദധ്വനി ഹോമം നന്ദാദി ഗോകുലവാസികൾ ഘോഷവും അങ്കന്മാരുടെ നൃത്തഗീതങ്ങളും മംഗളധൂപദീപാദികൾ കൊണ്ടുടൻ പായസം അപ്പം മടകൾ അനവധിമായ മന്യേ വെച്ച് പൂജിച്ചത് കണ്ടു മോദേന കൃഷ്ണനും പർവ്വതം ഭേദിച്ചു പാദാദികേശം അതിസ്ഥൂല രൂപനായി പർവ്വതാകാരനായി നിന്നു നിവേദ്യാദി സർവവും ഭക്ഷിച്ചു പർവ്വതം ഞാനെന്നും നല്ലവണ്ണം വരുമെന്ന് അനുഗ്രഹിച്ച് എല്ലാവരും കേൾക്കുമാറു പറഞ്ഞു ദേവകളൊക്കെ പ്രസാദിച്ചിതം കേവലം വാക്കുകൾ കേട്ടു വന്ദിച്ചു ദേവരും കൃഷ്ണനും വന്ദിച്ചു പർവ്വതം പ്രത്യക്ഷമായി കണ്ടത് മൂലം സർവരും തുഷ്ടരായ മായാമയമായ പർവ്വതാകാരവും പോയത് അതും കൃഷ്ണമായ രാമനും കൃഷ്ണനും ഭൂദേവ ഗോപാല രാമോദമോട വ്രജവും മായാമയലീലാവിശേഷം മാനവേന്ദ്ര ഭവാൻ കേട്ടുകൊള്ളുന്നു വൃത്താന്തമല്ല പറഞ്ഞു മഹേന്ദ്രനും വൃദ്ധനായ മേഘങ്ങളോട് കൽപ്പിച്ചതു കേൾപ്പിന്നൊരത്ഭുതം ഗോപാലകൃഷ്ണന്റെ മുപ്പുകൾ ഭോഷ്കിന്നതിശ്രേഷ്ഠനാമവൻ നന്ദാദികളെ പറഞ്ഞു ഭേദിപ്പിച്ചു നിന്ദിച്ചു നമ്മുടെ യജ്ഞഭാഗം ഗോവർദ്ധനത്തിനാക്കീടിന ചാവതിന്നായവൻ ചെയ്തത് ദുഷ്കൃതം കഷ്ടം മതിന്ന് ഗോവൃന്ദത്തിനു മീതെ വൃഷ്ടി ചെയ്തൊക്കെ നഷ്ടമാക്കി മുമ്പിൽ നടപ്പിൻ വഴിയേ വരും ഞാൻ മുമ്പരുമായെന്ന് കൽപ്പിച്ചയച്ചു മേഘവൃത്തങ്ങൾ നടത്തുപോയി ഗോകുലമാകവേ മുക്ക് പരന്നിതങ്ങമ്പര അന്ധകാരമയമായത് ഗോകുലം ബന്ധമെന്തെന്ന് ചിന്തിച്ചിരിക്കും വിധൂ പാരം പിടികളും ഘോരമാം വർഷവും മാരിയോടുൾ ചേർന്ന് മിന്നലുമേറ്റമായി സ്തംഭസമാനം മഴത്തുള്ളിയോരോ കമ്പം കലർന്നു തളർന്നിതു മേദിനി അശ്മവർഷങ്ങൾ ഉണ്ടായിടയിടെ വിശ്വമെല്ലാം ഇളക്കിയിടുന്നു വായുവും ഘോരമീ വണ്ണം മഴ കൊണ്ട് ധീരത വിട്ടു നന്ദാദികൾ ചൊല്ലിന ഹരേ കൃഷ്ണ